ഹലോ. ഇന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ആ അതിഥിയെ കാണിച്ചു തരാനാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിഥി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല കേട്ടോ, മഹാവികൃതി പിടിച്ചൊരു കുരുത്തം കെട്ട അതിഥി. അതേ കണ്ടോ, മേളിൽ കയറിയിരിക്കുന്നതുണ്ടോ, നമ്മുടെ മേളത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിരിക്കുന്ന ഇരിപ്പാട്ടോ ആയിരിക്കുന്നത്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശല്യം കേട്ടോ. നമുക്ക് നമ്മുടെ പെരയുടെ മണ്ടയ്ക്കത്ത് പൈപ്പെല്ലാം ഒടിച്ച് പറിച്ച് താഴെ ഇടും കേട്ടോ. അതുമാത്രമല്ല, എന്തൊക്കെ സാധനം എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം നശിപ്പിച്ചിട്ടേ ആൾ പോകത്തുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ അടുത്തുള്ള എല്ലായിടത്തും ഭയങ്കര ശല്യമാണേ. ജനലും കതകും ഒന്നും തുറന്നിടാൻ പറ്റത്തില്ല കേട്ടോ. അതിലെ കൂടെയൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊക്കെ പോവേ. അതിനൊരു പേടി ഇല്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. നമ്മളതിനെ ഓടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ പേടിപ്പിച്ചിട്ട് അത് നമ്മൾ പേടിച്ചോടേണ്ട അവസ്ഥയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ടി വിക്കകത്തൂടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴേ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുക കേട്ടോ. ഇതിപ്പോൾ അടുപ്പിച്ച് കുറേ വർഷങ്ങളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ ദേ ഇത് കണ്ടോ, അപ്പുറത്തെ പിള്ളേർ കൊണ്ടുവന്ന് അവിടെ ഒരു ഏത്തയ്ക്കയുടെ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ പോകുന്ന പോക്കാണ് ഇത്. അതിൻ്റെ ഇടയ്ക്ക് പൊന്നും ഒരു കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അത് അവളെ നോക്കി പേടിപ്പിക്കുന്നതല്ലാതെ അതിനൊരു കൂസലില്ലാതെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഏത്തയ്ക്ക എടുക്കാൻ പോകുന്ന പോക്കാണേ. എന്നിട്ട് അവിടെ അപ്പുറേ സൈഡിൽ പിള്ളേർ നിൽപ്പുണ്ട്, അവരെ നോക്കി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ആഴ്ച ഇത് 4 ഒരുമിച്ചാട്ടോ വന്നത്. 4 കുരങ്ങന്മാർ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 കൂടെ വന്നു കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് പോകാം, അതെല്ലാം ചെയ്തിട്ട് അത് പോകത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു കപ്പളത്തൈ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതിലൊരു പപ്പരയ്ക്ക നിൽപ്പുണ്ട്. അത് കടിക്കാനുള്ള നിപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. കേട്ടോ, ഞാനൊരു കല്ലൊക്കെ എടുത്ത് എറിയാൻ നിന്നിട്ട് അത് ഞാൻ പേടിച്ച് ഇങ്ങോട്ട് പോകുന്നതല്ലാതെ അതിനൊരു പേടി ഉണ്ടായില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തുണിയൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ ആ തുണിയൊക്കെ എടുത്ത് വലിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും കേട്ടോ. അങ്ങനെ ഭയങ്കര ശല്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നമ്മളൊരു പേരത്തൈ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 പേരയ്ക്ക ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലതുപോലെ വിളഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ഒരെണ്ണം ഞങ്ങൾ പറിച്ചായിരുന്നേ. ഒരെണ്ണം ഞങ്ങൾ കുറച്ചുകൂടെ ആവട്ടെ എന്നും കരുതി അവിടെ ഇട്ടതാണ് കേട്ടോ. അന്നേരമായി ഉമ്മാരുടെ വരവ്. അതും അടിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് പേരയ്ക്ക ഒന്നും കണ്ടില്ല കേട്ടോ. ഇത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ഇത് കണ്ടോ, ഉത്തേ നിന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും കൊണ്ട് ഇവൻ്റെ വികൃതി തീർന്നിട്ടില്ല കേട്ടോ. ഇവിടുന്ന് പോകുന്നിടം വരെ ഉണ്ടാവും. എന്താവോ എന്തോ, ഇവനെ തുരത്താൻ എന്താണോ ഒരു മാർഗം.